ദുബൈയിൽ നല്ല ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ നേഴ്സോ എന്താണ് നല്ല ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കാനഡയ്ക്ക് പോവാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ കാനഡയ്ക്ക് പോവാണ് ഒരു വലിയ പ്രതീക്ഷയിൽ, വലിയ ജോലിയൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ എന്ത് ചെയ്യാണ്, കാനഡയ്ക്ക് പോവാണ്. കാനഡയിൽ ചെന്നു. ഒരു വലിയ പ്രതീക്ഷയാണ്. എന്താണ്, ദുബൈയിൽ നിന്ന് കണക്ക് കൂട്ടിന് എത്ര കിട്ടും അവിടെ ചെല്ലുമ്പോൾ അത്രയും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കാൽക്കുലേഷൻ. അവിടെ ചെന്നപ്പോൾ എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് വേറൊരു സ്ത്രീയുമായിട്ട് അവിടെ പ്രണയത്തിലായി. അവിടെ പിന്നെന്തൊക്കെ ഉണ്ടാവുക നിങ്ങൾക്കറിയാലോ, ആകെ പ്രശ്നങ്ങളായി. അവസാനം ജോലി പോയി, എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഒന്നുമില്ലാതെ തിരിച്ചു വന്നു. രണ്ട് കൂട്ടിയപ്പോൾ എന്താ കിട്ടിയത്, 0 കിട്ടി. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ലൈഫ് അങ്ങനെയാണ്. എന്നാൽ ലൈഫ് ഈസ് നോട്ട് അരിത്തമാറ്റിക്. ഒരിക്കലും എന്തല്ല, ജീവിതം എന്ന് പറയുന്നത് കണക്കുകൾ കൂട്ടുന്നത് പോലെ കൃത്യമായിട്ട് കിട്ടുന്നതല്ല. അത് നമ്മളുടെ ആ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിച്ചാൽ പല കാര്യങ്ങളും നമ്മളെ ഉള്ളിലേക്ക് ഗ്രാസ്പ് ചെയ്തെടുത്താൽ ആവശ്യം വരുന്ന സമയത്ത് ഇത് പുറത്തേക്ക് വരുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്താ കാര്യം വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ എപ്പോഴാ പാട്ട് തെറ്റാന്ന് നിങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ അവിടുന്ന് പാടുമ്പോഴും ബാത്റൂമിൽ നിന്ന് പാടുമ്പോഴും നമ്മൾ തെറ്റില്ല. എന്താ കാരണം വെച്ചാൽ നമുക്ക് വേറൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് വേറൊരാൾ കേൾക്കുന്നുണ്ട്, അപ്പോൾ ഇനി എനിക്ക് അടുത്ത ലൈന് പാടാൻ കിട്ടൂലേ എന്നൊരു ചിന്ത നമ്മളെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴാണ് അത് തെറ്റുക. മനസ്സിലായി? എന്താ കാരണം വെച്ചാൽ, നമ്മൾ ആ 1ാമത്തെ ലൈന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ 3ാമത്തെ ലൈനിനെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ അതെന്തായി, എത്ര ബൈഹാർട്ട് പഠിച്ചതായാലും സംഭവിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ടോപ്പ് ഓഫ് ദ മൈൻഡിൽ നിൽക്കുന്ന സാധനത്തിനെ കുറിച്ച് മാത്രമേ നമുക്ക് അറിവുണ്ടാവുള്ളൂ. എന്നാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ, അത് അതിൻ്റെതായ സമയമാകുമ്പോൾ അത് പുറത്തേക്ക് വരും. ഇതാണ് നമ്മളെ പ്രത്യേകത. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ പഠിച്ചത് ഈ പരീക്ഷയ്ക്കൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പരീക്ഷയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൂടെ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളുടെ എനർജി ഒരുപാട് പൊങ്ങി വരും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ ഉള്ളിലുണ്ടായിരുന്ന മൈൻഡ് ബ്ലോക്കുകളെ, നമ്മളെ ചിന്താഗതികളെ ഒക്കെ അത് ബ്രേക്ക് ചെയ്യും. അതൊരാൾ പറഞ്ഞു വെച്ചിട്ട് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യില്ല. ഞാനിപ്പോൾ ഇവരെ വിളിച്ചിട്ട് പറയാം, ഈ അങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇവരോട് പറയാം ഈ ഇങ്ങനെ ആവണം, ഒക്കെ ഇനിയിപ്പോൾ നിങ്ങളോടല്ല, എൻ്റെ മക്കളോട് പറഞ്ഞാലും ആവില്ല. പക്ഷേ അത് അതിൻ്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതെന്താവും, ഓട്ടോമാറ്റിക്കലി ആ ഐസ് ബ്രേക്ക് ആവും. ഈ ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രോഗ്രാം എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും മനസ്സിലാക്കലുണ്ട്, അത് ഓണാക്കിയാൽ ഞാൻ പൂസും, ഒച്ച ഉണ്ടാക്കിയാൽ ഞാൻ അടിക്കും. ഓക്കെ. അപ്പോൾ എന്താ വെച്ചാൽ, ഈ ഐസ് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മളൊരു മീനിൻ്റെ ബോക്സ് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? അതിൽ നിറയെ മീനുണ്ട്. നിങ്ങളെ കയ്യിൽ ഒരു ബ്ലോക്ക് ഐസും ഉണ്ട്. ബ്ലോക്ക് ഐസ് നിങ്ങൾ കണ്ടിടണം, വലിയ ഐസിൻ്റെ ബ്ലോക്ക് കണ്ടിടണം. കണ്ടില്ലേ? ആ ഐസും ഉണ്ട്. ഈ ഐസ് ബ്ലോക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചു. ഒരു ബോക്സിക്ക് ഒരു 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 ബോക്സിക്ക് ഒരു ബ്ലോക്ക് ഐസാണ് കണക്ക്. കറക്റ്റ് പറഞ്ഞോ, കാരണം എനിക്ക് കച്ചവടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറയും. അപ്പോൾ ഈ ഐസ് മേലെ വെച്ചു. നമ്മൾ ചോദിക്കുകയാണ് ഈ മീനിൽ ഐസ് ഇട്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആ ഐസ് ഇട്ടു എന്ന് പറയും. പക്ഷേ ആ ഐസിൻ്റെ എല്ലാ എഫക്റ്റും എല്ലാ ഭാഗത്തേക്കും എത്തൂല. അതുകൊണ്ട് ഈ ഐസിനെ ഫുൾ പൊടിച്ചിട്ട് പൊടിയാക്കിയിട്ട് മീനിൻ്റെ മിക്സ് ചെയ്തിട്ടാണ് ഇടുക. അതുകൊണ്ടാണ് നമ്മൾ മീൻ വാങ്ങുമ്പോൾ ചെറിയ ഐസിൻ്റെ പീസ് കിട്ടാനുള്ള കാരണം. മുന്നേ അത് അടിച്ച് പൊട്ടിക്കലായിരുന്നു, ഇപ്പോൾ അത് മെഷീനാണ്. ഇപ്പോൾ നല്ല കുറേ കാലമായിട്ട് മെഷീനാണ്. അങ്ങനെ പൊടിച്ച ഐസാണ് മിക്സ് ചെയ്യുക. ഇതാണ് ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പലതും കിട്ടണം, ഐസ് ബ്രേക്കിംഗ് ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് പല സാധനം കിട്ടണം. പക്ഷെ എന്താ പ്രത്യേകത വെച്ചാൽ, ഇതേപോലെ നമ്മളെ പൊടിച്ചിട്ട് നമ്മളെ മനസ്സിൻ്റെ ആ എനർജിനെ പൊടിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ഫുൾ എഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനത്തിനാണ് ഈ ഐസ് ബ്രേക്കിംഗ് എന്ന് പറയും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറേ പ്രോഗ്രാമുകൾ നമ്മൾ ഇതിൽ ഷെഡ്യൂൾ ചെയ്യുന്നത്. രാവിലത്തെ മോർണിംഗ് വൈബ് എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇത് കൊണ്ടുവരുന്നതിന് മുന്നേ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? എന്ത് സുംബ ഡാൻസ്. എന്താ കാരണം അറിയാം നിങ്ങൾ? ഞാൻ
ഞാനിങ്ങനെ ഇതൊന്നുമല്ല, നമ്മളെ വിഷയം ഇതൊന്നുമല്ല, പക്ഷെ പറയാം. ഞാൻ ഒരു ഈ സുംബ ഡാൻസിനെ കുറിച്ചിട്ട് ഇങ്ങനെ കേൾക്കണം. അപ്പോൾ ഈ സുംബ ഡാൻസിനെ കുറിച്ച് കേൾക്കുമ്പോൾ കൂടുതലായിട്ട് ലേഡീസാണ് സുംബ ഡാൻസ് കളിക്കുന്നത്. അത് ജിമ്മിലൊക്കെയാണ് ഇതിൻ്റെ പ്രോഗ്രാം ഉണ്ടായത്. അപ്പോൾ നമ്മൾ കരുതിയത് എന്താ വെച്ചാൽ അതിനൊരു ബ്ലാക്ക് മാർക്കോട് കൂടിയിട്ടൊരു പ്രോഗ്രാം ആയിട്ടാണ് കരുതിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹോർമോൺസിനെ കുറിച്ച് പഠിച്ചപ്പോൾ എപ്പോഴൊക്കെയാണ് ഒരു മനുഷ്യന് ഹാപ്പിനെസ് ഉണ്ടാവുന്നത്, എപ്പോഴാണ് എനർജി ബിൽഡ് ആവുന്നത് പഠിച്ചപ്പോൾ ഞാൻ ഈ സാധനം തമ്മിൽ കണക്ട് ചെയ്തു. രാവിലെ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് എനർജി ഉണ്ടാവുന്നത്, രാവിലെ അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ, ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണ് എനർജി ഉണ്ടാവുന്നത്, ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അത് വീണ്ടും പഠിച്ചപ്പോൾ ഈ രാവിലെ നമ്മൾ വരുമ്പോൾ 99% ആളുകളും നമ്മൾ ലോവർ സെൽഫിലായിരിക്കും. നമ്മളുടെ പല പ്രയാസങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പോരുകയാണ്. അത് നമ്മളെ കൂടെ എത്ര വിട്ടു പോന്നാലും നമ്മളത് ഒരു വേര്, ഒരു മരം മണ്ണിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേര് അതിൽ നിന്ന് വിടാത്തത് പോലെ നമ്മളത് വിട്ടിട്ടുണ്ടാവില്ല കംപ്ലീറ്റ്ലി. അത് വിടിയിക്കാൻ ആകെയുള്ള മാർഗം ഇത് മാത്രമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവിടെ വരുമ്പോൾ ഈ സാധനങ്ങളെ മുഴുവനായിട്ട് നമുക്കെന്ത് ചെയ്യണം, നമുക്കിതിനെ, അത് കുഴപ്പമില്ല, ഒളിച്ച് ചെയ്തോ, സാരമില്ല, കുഴപ്പമില്ല, അത് എന്താണ്, നമുക്കിതിനെ വിടിയിക്കണം. അപ്പോൾ ആ ഒരു മൈൻഡിനെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഞാൻ ഇവിടെ സ്റ്റാർട്ടാക്കി. ആദ്യത്തിൽ കുട്ടികൾ കുറവായിരുന്നു, കുട്ടികൾ ഇങ്ങനെ നേരത്തിന് വരുമൊന്നുമില്ലായിരുന്നു. പിന്നെ കുട്ടികൾ ഇങ്ങനെ എണ്ണം കൂടുതൽ തുടങ്ങിയതിൽ പിന്നെ കുട്ടികൾ റിസൾട്ട് പറയലോടെ. അപ്പോൾ അത് കറക്റ്റാണ്. ഇങ്ങനെ വെറുതെ എന്തെങ്കിലും സാധനം ഞാൻ ഇവിടെ ചെയ്യിപ്പിക്കില്ല, ഞാൻ അത് സയൻസായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യിക്കുള്ളൂ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്യാനും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ബാക്കിയൊക്കെ ഗിമിക്കാണ്. ഗിമിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. അത് നമ്മളെ ലൈഫിനെ ഒന്നും മുന്നോട്ട് നയിക്കണമെങ്കിൽ നമുക്കൊരു ഉപകാരപ്പെടില്ല. അത് കാട്ടിക്കൂട്ടലുകളാണ്. എന്നാൽ ഈ പറഞ്ഞ സാധനങ്ങൾ വെച്ചാൽ സ്ട്രാറ്റജിക്കലി, അതായത് നമ്മൾ ഐഡിയപരമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്യൂൺ ചെയ്യണം. നമ്മളെ ബ്രെയിനെയും നമ്മളുടെ മനസ്സിൻ്റെ എനർജിയും ട്യൂൺ ചെയ്തിട്ട് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന സാധനമാണ്. ആ രീതിയിൽ നമ്മളിവിടെ മാനേജ് ചെയ്യും. ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താലേ ഒരു മനുഷ്യൻ്റെ ട്രാൻസ്ഫോർമേഷൻ ലെവൽ മാറുള്ളൂ. അല്ലെങ്കിൽ ഏത് ലെവലിൽ നിന്ന് നമ്മൾ വന്നോ നമ്മൾ അതേ ലെവലിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ അതിന് താഴേക്ക് പോകും. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോളേജ് കുറേ ഉണ്ടാവും. നോളേജും വിസ്ഡവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വിസ്ഡം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, നോളേജ് എന്ന് പറയുന്നത് അറിവാണ്. അറിവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് സംതിങ് നമ്മൾ ബുക്ക് വായനയിലൂടെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ട് പഠിച്ചിട്ടൊക്കെ നമുക്ക് കാണാൻ പഠിച്ചിട്ടൊക്കെ കയറ്റി വെക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ജ്ഞാനം എന്ന് പറയുന്നത് അത് അനുഭവിച്ച് മനസ്സിലാക്കാനുള്ള അതൊരു എക്സ്പീരിയൻസ് ലെവലാണ്. ആ എക്സ്പീരിയൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. ഞാനത് നിങ്ങളോട് ആദ്യത്തെ ക്ലാസ്സിൽ പറയുന്നത് IT അക്കാഡമി എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. ആ എക്സ്പീരിയൻസ് എല്ലാവരും നിങ്ങൾ എന്തും കാട്ടി വയ്ക്കും. നിങ്ങൾ എന്നോട് എത്ര തെറ്റിയാലും എനിക്ക് നിങ്ങളോട് ആരോട് ദേഷ്യം എനിക്കതിന് സാധിക്കില്ല. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ഞാൻ അങ്ങനെയാണ് ഇന്നെ ട്യൂൺ ചെയ്തത്. മുന്നേ ഞാൻ അങ്ങനല്ലേനും. ആരോടെങ്കിലും എനിക്കൊരാളോട് ദേഷ്യം ഉണ്ടായാൽ ഓനെ ഞാൻ എവിടെന്നൊക്കെ ഓനെ കണ്ടാലും എനിക്ക് ആ ഉള്ളിൽ നിന്ന് ആ സാധനം വന്നിട്ട് അതിന് ഓനെ എതിർക്കാനുള്ള സാധനം വരും. ഇപ്പം നേരെ തിരിച്ചാണ്. ഇപ്പം ഞാൻ എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ എൻ്റെ മൈൻഡിന് എൻ്റെ ബ്രെയിനിന് സെറ്റ് ചെയ്യും. അപ്പം എന്താ വെച്ചാൽ എത്ര ഇനിയിപ്പോൾ നിങ്ങൾ ഇന്നെ കുറ്റം പറഞ്ഞാൽ ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അതിനെന്തെങ്കിലും ഒന്ന് പഠിക്കും. അടുത്ത പ്രാവശ്യം ഞാനത് വേറൊരു സാധനമാക്കിയിട്ടിടും. അപ്പം ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ എന്നെ സഹായിച്ചു. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയുന്നത്, ഈ പറഞ്ഞ എൻ്റെ ഈ സെറ്റിങ്സ് ഇല്ലേ ഇത് മാറും. അതാണ് പ്രശ്നം. ഞങ്ങളടുത്ത് 99% വരുമ്പോഴും എൻ്റെ കയ്യിൽ ബുക്സോ എൻ്റെ അടുത്തൊരു സാധനം ഉണ്ടാവാറില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ പഠിച്ചു വെച്ചതല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പറയാൻ മാത്രമല്ല നിങ്ങളോട് ഞാൻ നോട്ട് ചെയ്താൻ പറയലില്ല. ഇവിടെ വന്നാൽ ഞാൻ ബുക്സ് എടുത്തുകൊണ്ട് ഞാൻ എന്തെങ്കിലും വരച്ചിട്ട് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ലെവലിൽ ചെയ്യാനുള്ളത് മാത്രമേ പറയുള്ളൂ. നിങ്ങൾ അത് എഴുതിയെടുത്തോ ഞാൻ പറയലില്ല. നോട്ട് എഴുതിക്കോ ഞാൻ പറയലില്ല. നിങ്ങൾ കേട്ടണോ? ഇല്ല, ഞാൻ പറയലില്ല.
ഞാൻ പറയുന്നില്ല. അതെന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും സാധനം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. നിങ്ങളുടെ ഉള്ളിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നാലേ ഇത് വർക്കാവുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ ഞാൻ എത്ര നോട്ട് ഇവിടുന്ന് ചെന്നാലും നിങ്ങളത് വീട്ടിൽ പോയി നോക്കൂല. എനിക്കറിയാം നോക്കൂല. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നോക്കിയിട്ടില്ലേലും പിന്നെ എങ്ങനെ ഇപ്പം നിങ്ങൾ നോക്കാം? ഞാൻ നോക്കിയിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ നോക്കൂല. എൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഫിസിക്സിൻ്റെ കെമിസ്ട്രിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞാൽ കോഴ്സ് കഴിയുമ്പോൾ പുസ്തകമായിരുന്നു. വിൽക്കുകയാണെങ്കിൽ ബുക്ക് സ്റ്റാൾ കൊണ്ടു വെച്ചാൽ അത് പുതിയ ബുക്കിൻ്റെ വിലക്ക് പോകും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഉപയോഗിക്കലില്ല. ഈ കട്ടിയുള്ള ബുക്കൊക്കെ ഞാൻ ഉപയോഗിക്കലില്ല. ആ കട്ടിയുള്ള ബുക്ക് നമ്മൾ കോളേജിലേക്ക് കൊണ്ടുപോകില്ല. കോളേജിലേക്ക് ചുരുട്ടിയിട്ടൊരു നോട്ട് ബുക്കേ കൊണ്ടുപോകുള്ളൂ. അതിലെഴുതിയത് ആ ചുരുട്ടിയതുണ്ടല്ലോ, ഈ ചുരുട്ടെപ്പോഴാ എപ്പോഴും നിർത്തിയാലേ നീർന്നിക്കുള്ളൂ. എൻ്റെ ബുക്ക് അത് ചുരുട്ടിയത് നീരൂല. കാരണം എന്താ? അത് നീർത്തലില്ല. ഇതിങ്ങനെ കൊണ്ടു വെക്കണം, ഇതിങ്ങനെ എടുത്തു പോകണം, ഇത്രേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കോളേജിന്റെ ഏതെങ്കിലും ഒരു മറ്റേ ഹോളിൽ എയർ ഹോളിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണോ, അടുത്ത ദിവസം അത് എടുക്കണം. ഇത് ഒരു ബുക്ക് വെക്കണ എന്തിനാണോ? സീറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ബസ്സിൽ, വേറെ ഒന്നുമില്ല. ഇതാണ്. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ ആയാലേ അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കണം, ഞാൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആവൂല എന്ന് ഞാൻ ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങളും അങ്ങനെ തന്നെ കയറും. എനിക്കറിയാം, നിങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളും അങ്ങനെ തന്നെ കയറും. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? ഇതതിന് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ ഈ കോളേജ് മാഗസീൻസിൽ പരസ്യം കൊടുക്കാൻ വന്നാൽ ഞാൻ കൊടുക്കലില്ല. എന്താ കാരണം അറിയുങ്ങളെ? ഈ കോളേജ് മാഗസീനിൽ പരസ്യം കൊടുത്താൽ അതാരെ വായിക്കുള്ളൂ അറിയോ? അതിൽ ലേഖനം എഴുതിയ ആൾക്കാരില്ലേ, ഒരു മാത്രമേ അത് വായിക്കുള്ളൂ. അല്ലാത്തവരൊന്നും വായിക്കൂല. എല്ലാവരും കയ്യിലുണ്ടാവും കുറച്ച് ദിവസം അത്. കാരണം അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടത് വരെ ഞാനോ കോളേജിൽ താളാണെന്ന് അറിയാൻ ഉണ്ടാവും. നിങ്ങൾ കോളേജിൽ പോയിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയും. പിന്നെ അതിലാരും നോക്കില്ല. പിന്നെ ഞാൻ എന്തിനായാലും പരസ്യം കൊടുത്തൊരു കാര്യമുണ്ടോ? ഇല്ല. ഇതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് എന്താണോ അനുഭവം ഉണ്ടായിട്ട് നമ്മുടെ സുഹൃത്തുക്കളിൽ എന്താണോ നമ്മൾ കാണപ്പെട്ട് അതന്നെയാണ് ഈ പരിസരത്ത് എല്ലായിടത്തും ഉണ്ടാവുക. ഇന്നെപ്പോലെ കുറേ ആൾക്കാരെ ഉണ്ടാവുക. അല്ലാതെ ഞാൻ അങ്ങനെ അല്ല, എൻ്റെ വയറ്റിൽ തന്നെ ആയ ആൾക്കാരാവൂല, എനിക്കുണ്ടായ അനുഭവങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഉണ്ടാവുക എന്നില്ല, അങ്ങനെയൊന്നുമില്ല. അതൊരു വേറെ തരത്തിലേക്കരം, വേറെ രൂപത്തിലേക്കരം, ഇത്രയുള്ളൂ. അപ്പം എന്താ ചെയ്യാൻ പറ്റുക? അതിൽ നിന്ന് മാറാൻ നിങ്ങളുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യാനേ പറ്റും. ഒരു പ്രോഗ്രാം ചെയ്യാനേ പറ്റുള്ളൂ. ആ പ്രോഗ്രാമിൻ്റെ സയൻസിൻ്റെ പേരാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. വേറെ ഒന്നുമില്ല. ഇതെന്താ പറഞ്ഞ നിങ്ങളെ, ഞാൻ നിങ്ങളോട് ഇത്ര ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പല ആൾക്കാർ ഇത് നിങ്ങൾക്ക് പറ്റിയുണ്ടാവില്ല അങ്ങനെ ഇരിക്കാൻ പറയണമെന്ന് ചിലവർക്ക്. കാരണം ചില ആൾക്കാർക്കൊക്കെ അതിങ്ങനെ സംസാരിച്ച് അതിൻ്റെതായ രൂപത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അതിന് ഭയങ്കര രസം ഉണ്ടാവുള്ളൂ. കാരണം നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്, ഞാനൊക്കെ പോയിരുന്നത്. പക്ഷെ എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് അഡ്വക്കേറ്റ് മൊയിനുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറാണ്. അയാൾ NLPൻ്റെ മാസ്റ്ററാണ്. ഇപ്പോൾ ആൾ സുഖമില്ല കിടക്കുകയാണ്. പക്ഷേ ഇന്നും അയാളെക്കുറിച്ച് പറയുകയോ അയാളെ സൗണ്ട് കേൾക്കുകയോ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽ അറിയാതെ വെള്ളം വരും. എന്താ കാരണം നിങ്ങൾക്ക് അറിയാം? എനിക്ക് അയാളായിട്ടും വേറൊരു പേഴ്സണലി ബന്ധമില്ല, അയാൾ ഒരാളായിട്ടും ബന്ധം കൊടുക്കൂലാണ്, അങ്ങനത്തെ ആളാണ്. പക്ഷേ അയാളെ ക്ലാസ്സുകളാണ് എൻ്റെ ജീവിതത്തിലെ എന്നെ മാറ്റിമറിച്ചത്. ഞാൻ ആ ക്ലാസ്സുകളിലേക്ക് എൻ്റെ സുഹൃത്തുക്കളെ വിട്ടു, എൻ്റെ അളിയനെ വിട്ടു, ഒരുപാട് ആൾക്കാരെ ഞാൻ വിട്ടു. പക്ഷെ അവരൊക്കെ കണ്ടെത്തിയത് അവിടെ പോയാൽ നേരെ ഇരിക്കണം, സ്ട്രൈറ്റായിട്ട് ഇരിക്കണം, അയാൾ പറഞ്ഞ പോലെ നിൽക്കണം, അങ്ങനെയൊന്നും ഇപ്പോൾ സാധിക്കില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞായിക്കോട്ടെ, ഓരൊക്കെ ഇന്ന് നിൽക്കുന്നത് അതേ ലെവലിൽ. ഞാൻ ആദ്യം നിന്നതിൻ്റെ ഓല ലെവലിലും ഇപ്പം ഞാൻ ഓല ലെവലിലല്ല നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും അയാളാണ്. ഇപ്പം ഞാൻ വേറെ ക്ലാസ്സിനാണ് പോകുന്നത്, പക്ഷെ അത് അയാളില്ലാത്തതുകൊണ്ടാണ് പോകുന്നത്. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ റിസ്ക് എടുക്കേണ്ടി വരും. നമ്മൾ ആ പറഞ്ഞ പാറ്റേണിന് കുറച്ചൊക്കെ മാറേണ്ടി വരും. അത് മാറാതെ പോകുന്നിടത്തോളം കാലം അങ്ങനെ പോകുന്നു. അത് നമുക്കൊരു സുഖവും സമാധാനമൊക്കെ താൽക്കാലികമായിട്ട് തരും. പക്ഷേ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ നേരിടാന്നുള്ളത് നമ്മളെ പഠിപ്പിക്കില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ക്ലാസ്സിൽ മാത്രമേ എനിക്കങ്ങനെ ഉള്ളൂ. ടൂറ് പോരുമ്പോഴും ഞാനിങ്ങനെയില്ല. പിന്നെ നിങ്ങളിപ്പം വേറെ ഒന്നിനും ഞാൻ അങ്ങനെയല്ല. പക്ഷെ ക്ലാസ്സിൽ മാത്രം അങ്ങനെ. എന്തായാലും ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഇന്ന് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ എടുക്കാൻ തരും. പക്ഷെ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്ടായിട്ടുള്ള ദ ലാംഗ്വേജ് ഓഫ് ബ്രെയിനാണ്.
മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാഷ, മനുഷ്യൻ്റെ ബ്രെയിൻ്റെ ഭാഷ, ലാംഗ്വേജാണ് നമ്മളിത് പഠിക്കണം. അതാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ആ ലാംഗ്വേജ്? എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിൽ ഇത് പ്രവർത്തിക്കുന്നത്? ഇത് എന്താ കാര്യങ്ങൾ? ഞാനിപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കണം, കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവൊക്കെ പഠിപ്പിച്ചു തന്നു. പക്ഷേ ഇതിൻ്റെ ആ മെക്കാനിസം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും തെറ്റ് വന്നാൽ തിരുത്താനോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഒന്ന് റീബിൽഡ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. അതങ്ങനാണ്, അതാരായാലും അങ്ങനെയാണ്. നമുക്ക് ഒരു വഴി ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നാലേ നമ്മൾ ഗൂഗിൾ മാപ്പിനെ മാത്രം അനുസരിച്ച് പോയാൽ പല സമയത്തും നമ്മൾ പെട്ടുപോകും. പല സമയത്തും പെട്ടുപോകും. ഞാനൊക്കെ പെട്ടുപോയ മനുഷ്യനാണ്, അതുകൊണ്ട് പെട്ടുപോകും, പല സ്ഥലത്തും പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അല്ലാതെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിനെ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ അതിൻ്റെ റൂട്ടൊക്കെ നോക്കിയിട്ട് നമ്മൾ അനുസരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും അത് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ അത് നമ്മളോട് യൂട്ടേൺ അടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ യൂട്ടേൺ അടിക്കണം. ശ്രദ്ധിച്ച് കേട്ടോ, അപ്പോൾ യൂട്ടേൺ അടിക്കണം. എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, എൻ്റെ വഴി മാറി പോയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ യൂട്ടേൺ അടിക്കണം. പിന്നെ അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ശരിയാവും എന്ന് പ്രതീക്ഷിച്ചാൽ ശരിയാവില്ല. അതിലേറെ വലിയ വലിയ ഗർത്തങ്ങളിലേക്കാണ് നമ്മൾ പോവുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫാണ്. ഞാൻ പറയുന്നത് മുഴുവൻ ലൈഫാണ്. നിങ്ങളെ വേറെ ഒരു സാധനമല്ല പറയുന്നത്, ലൈഫാണ്. ലൈഫ് റെഡിയാവാത്ത, ജീവിതം റെഡിയാക്കാൻ പറ്റാത്തവനെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, ഗ്യാരണ്ടിയാണ്. നിങ്ങൾ എന്ത് കോഴ്സ് എടുത്തിട്ടും കാര്യമില്ല, സ്വസ്ഥമായിട്ടൊരു ജോലി ചെയ്യാനൊന്നും സാധിക്കില്ല. ജോലി കിട്ടിയാൽ ചെയ്യാൻ കഴിയില്ല, ജോലി കിട്ടാനൊന്നും പണിയുക. എന്താ കാരണം വെച്ചാൽ ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എനർജിയാണ്. ഇത് റെഡിയാക്കാതെ ഒന്നും റെഡിയാകും. അപ്പോൾ കരുതാണ് നല്ല സുഖസുന്ദരമായിട്ടുള്ള ജീവിതം ഉണ്ടായിട്ട് കുറേ കാശ് ഉണ്ടായിട്ട് അല്ല ഉള്ള ലൈഫിനെ സെറ്റ് ചെയ്യാൻ കഴിയും ആദ്യം. എന്നിട്ട് മനസ്സിനെ ഫ്രീ ആക്കാൻ കഴിയും. എത്ര പ്രശ്നം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പലതിനും സ്ട്രഗിൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക എത്ര ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് നമുക്ക്. നമ്മളെ പിടിച്ചു വലിക്കണം എന്തൊക്കെ കാര്യങ്ങൾ. നമ്മൾ പുറത്തേക്ക് എത്ര ചിരിച്ചാലും ഉള്ളിൽ എത്ര വലിക്കണ കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ആലോചിക്കുക. ഇതിനൊന്നും സെറ്റ് ചെയ്യാതെ നമ്മൾ എങ്ങനെ നമ്മൾ ജോലിക്ക് പോവാം? ഇത് മാറിയിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. പക്ഷെ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനും നമ്മളുടെ പരിധിയിൽ വരുത്താനും സാധിച്ചാലേ നമുക്ക് ജോലി ചെയ്യാൻ കഴിയും. അപ്പോഴേ അവിടെ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുമ്പോൾ. എൻ്റെ ഒരു പഴയ ഒരു സ്റ്റാഫുണ്ട്, ഇപ്പോൾ ഒരു റസീനുണ്ട്, മുന്നേ ഒരു റസീന പറഞ്ഞൊരു സ്റ്റാഫുണ്ട്. ആ കുട്ടിയാണ് എന്നെ പഠിപ്പിച്ചത് എങ്ങനെയാണ് ഇത് ബിസിനസ് ചെയ്യേണ്ടത്, ഈ സ്ഥാപനം എങ്ങനെ കൊണ്ടുപോകേണ്ടത് ഇതിനെ പഠിപ്പിച്ചത്. അതിപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ അടുത്ത് പോയിട്ടൊരു റസീനൊക്കെ വേണ്ടിയിട്ട് കുറേ മുന്നേ പോയിട്ടുണ്ട്. ഓള് വർക്ക് ചെയ്തതിൻ്റെ NIFലാണ്. യാദൃശികമായിട്ട് എൻ്റെ അടുത്ത് കയറി വന്നൊരു കുട്ടിയാണ്. എന്നോട് ചോദിച്ചു ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചിട്ടാണ് പറഞ്ഞത്. ആ രംഗപ്പുളിൻ്റെ കണ്ണിലിട്ട് എനിക്കപ്പോൾ ആളൊന്നും ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു എന്താ കഴിഞ്ഞത് വെച്ചു, എന്താ ചെയ്തത് വെച്ചു. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവളെ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, സാധനം മരുന്നുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അപ്പോയിൻ്റ് ചെയ്തു. 1-2 കൊല്ലം വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. ആ വർഷം കൊണ്ട് എന്നെ ഫുള്ളി മാറ്റിയെടുത്തു. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് പോയി. ആ കുട്ടി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെല്ലാം മിനിയാന്ന്. സാറേ എന്തൊക്കെയുണ്ട് വിശേഷം, ഞാൻ ഇന്നും കൂടെ നിങ്ങളെക്കുറിച്ച് ഒരാളോട് പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഓർത്തപ്പോൾ വിളിച്ചാണ്. എന്താ പറഞ്ഞു, ഞാൻ ഇതേപോലെ ആ കുട്ടീനെയും പറയാറുണ്ട്. അപ്പോൾ എന്താ ചോദിച്ചു, അപ്പം അങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു. ഇപ്പോൾ കോട്ടക്കൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ ആളെന്താ വെച്ചാൽ എന്തായാലും താന്ന് പറയില്ല, എന്ത് കാര്യം എനിക്കറിയാം. അപ്പം എന്നോട് അത്ര കുട്ടികളുടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം രക്ഷപ്പെട്ടോ, ഒരു 2-3 ലക്ഷം രൂപ മാസം കിട്ടുന്ന രൂപയൊക്കെ ആയോ ചോദിച്ചു. ഇല്ല സാറേ ഞാൻ അവിടെ ജോലിക്കാണ്. ഓക്കെ, ഒരു 10-40 രൂപ സാലറി ഉണ്ട്. ശരി, 2 കുട്ടികളുണ്ട്, ഹസ്ബൻഡിനെ ഓളെ ഒഴിവാക്കിയതാണ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും അതൊക്കെ ഇപ്പോൾ ഉണ്ടായതാണ് കേട്ടോ. ഇവിടുന്ന് പോയതിന് ശേഷം ഉണ്ടായത്. ഞാൻ ഇവിടുന്ന് പോകേണ്ടതിന് മുന്നേ തന്നെ പറഞ്ഞില്ലോ ഈ ആ ചങ്ങാനെ ഒഴിവാക്കിക്കളാം. അന്ന് പച്ചക്ക് ഞാൻ പറഞ്ഞു, ഈ എന്നാണോ ഓനെ ഒഴിവാക്കണത് അന്ന് ഈ രക്ഷപ്പെടും. ഒരു പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കി. ഭയങ്കര പ്രേമം. എന്താ കാരണം? ഓളെ വീട്ടിൽ ഒന്നുമില്ല. ഓളെ വീട്ടിലൊന്നുമില്ല. മണ്ണാർക്കാടാണ് വീട്, ഒന്നുമില്ല. മണ്ണാർക്കാടാണ് വീട്, ഒന്നുമില്ല. അങ്ങനെ പാവപ്പെട്ട ഫാമിലിയാണ്. ഓളെ മണ്ണാർക്കാട് ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പോയി. ആ പഠിക്കാൻ പോയി എടുത്ത മാശി അടിച്ചോണ്ട് പോന്ന, മനസ്സിലായില്ലേ? ആ മാഷാണ്. ഓന് നല്ല തറവാട്ട് പറഞ്ഞ ആളാണ്. ഓന് നല്ല സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അയാൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു മോനെ ഇല്ല, ഞാൻ അവനെ ഒഴിവാക്കി, അവനെ എങ്ങോട്ടാ ചപ്പക്കോട്ടെ. അങ്ങനെ പോയി. നല്ല സൂപ്പർ സ്റ്റാർ ഗ്രാഫിക് ഡിസൈനറാണ്. പക്ഷെ എന്താ കുഴപ്പങ്ങൾ ചെയ്യൂല. അടിപൊളി ഗ്രാഫിക് ഡിസൈനർ. കുറച്ചാലും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അവിടെ പോയതിന് ശേഷം കുറച്ച് കാലം ഞാൻ എനിക്കൊരു സഹായത്തിന് വിളിച്ചിരുന്നു. കാരണം വെച്ചാൽ അവന് വരാതിരിക്കാൻ പറ്റില്ല ആ കാരണം കൊണ്ട്. കാരണം അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അവൾ കിടക്കുമ്പോഴൊക്കെ ഇവിടെ ഞാനാണ് ഹെൽപ്പ് ചെയ്ത് കൊടുത്തത്. അവന് പണിയൊന്നുമില്ല, പണിക്കൊന്നും പോകില്ല. അങ്ങനെ ഓൻ ഉണ്ടാക്കുന്ന ഏടാകൂടങ്ങളെ കൊണ്ട് ആ കുട്ടി കുടുങ്ങിയിട്ട് അന്നേ ഞാൻ പറഞ്ഞു, ഈ വേഗം ഒഴിവാക്കിയാണ് സ്ഥലം വിട്ടണം. എനിക്ക് നല്ല സ്കില്ലുണ്ട്, ജോലി എനിക്ക് കിട്ടും. അന്നൊക്കെ കുട്ടികളൊന്നും ആയിട്ടില്ലേ, 2 കുട്ടികളായി. വലിയ കുട്ടിക്ക് ഇപ്പോൾ 10 വയസ്സോ 9 വയസ്സോ 10 വയസ്സൊക്കെ ആയിട്ടുണ്ടോ. അപ്പോൾ ഇവിടുന്ന് പാപ്പൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് 10 വർഷത്തിന് മേലായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു വീടൊക്കെ ആയാൽ എനിക്ക് ചോദിച്ചു. ഇല്ല സാറേ, ഞാൻ ഇപ്പോഴും വാടകയ്ക്ക് തന്നെയാണ്, എന്തായാലും നോക്കണം, ഒരു വീട് എടുക്കണം, ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോണൊക്കെ കിട്ടുമോ നോക്കണം എന്ന്. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയോ? എന്താ പറഞ്ഞറിയൊക്കെ, ഈ എൻ്റെ സ്വഭാവം നടക്കില്ല. ഇനിയും ലോൺ എടുത്തിട്ട് ഇതുവരെയുള്ള ഉണ്ടാക്കിയതെന്ന് എനിക്ക് പോരെ മര്യാദക്ക് നിന്നു. അങ്ങനെ പറഞ്ഞു. ഓളിൻ്റെ ആരുമല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു നല്ല കാര്യം അങ്ങനെ പറയുന്നതുകൊണ്ട് കുറേ ശത്രുക്കളുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഒരുപാട് ശത്രുക്കളുണ്ട്. എന്താ പറയുന്നത് വെച്ചാൽ, രക്ഷപ്പെടണമെങ്കിൽ അനുഭവ സമ്പന്നരായ ആളുകൾ പറയുന്നത് മനസ്സിലാക്കണം. ഈ ബാങ്കും വട്ടിപ്പലിശക്ക് കൂടിയിട്ടാണ് 46 ലക്ഷം രൂപ എനിക്ക് കടം വന്നു 16 വർഷം മുന്നേ. അന്ന് ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ന് ചിന്തിച്ച് നടന്നതിൻ്റെ ആളാണ്. ജീവിക്കണോ മരിക്കണോ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ നടന്നതിൻ്റെ ആളാണ്. രക്ഷപ്പെട്ടതാണ്. അതിനുശേഷമാണ് എല്ലാം കഴിഞ്ഞിട്ട്, അന്ന് എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല എനിക്ക് കാര്യം. അതിനുശേഷം ഞാൻ ഒരു പൈസ ഇനി ഞാൻ കടം വാങ്ങൂല തീരുമാനിച്ച ഞാൻ കൊറോണ വന്നപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് എന്താ ചെയ്യാന്ന് അറിയാതെ മീൻ കച്ചവടം തുടങ്ങി. അതിന് എനിക്കൊരു 36 ലക്ഷം രൂപ പിന്നെ പോയി. ഇതാണ് എൻ്റെ അവസ്ഥ. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ഇതൊക്കെ പോയിട്ട് ഞാൻ അതിന് ശേഷം തന്നെ കോടികൾ ഉണ്ടാക്കി ചെയ്തു. അവനാണ് സ്കില്ല് ഉപയോഗിച്ചു. എന്താ സ്കില്ല് ഉപയോഗിച്ച കാര്യങ്ങൾ? എവിടുന്ന് ഈ സ്കില്ല് ഡെവലപ്പ് ആയ കാര്യങ്ങൾ? ഈ കഷ്ടപ്പാട്, ഈ പ്രശ്നത്തിൽ ഈ പ്രതിസന്ധിയിൽ അതിനെ പഠിച്ചപ്പോൾ ഇത് മാത്രം ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കല്. ഞാൻ അരുത് എന്നാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്, ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇന്നലെ ഒരു കുട്ടീൻ്റെ അടുത്ത് വന്നു, സാറേ ഞാനിപ്പോൾ അൽസലാമിയിലാണ് വർക്ക് ചെയ്യണത്. എന്നെ അറിയിച്ചു. പിന്നെന്താ ചോദിച്ചു, എനിക്കിപ്പോൾ നിങ്ങൾ ആര് പേര് പറയുന്നില്ല, നിങ്ങൾ ആരെ കണ്ടാലും എനിക്കറിയാം. എന്നെ അറിയിച്ചു. പിന്നെന്താ അറിയുക, എന്താ വർത്താനം ചോദിച്ചു. സുഖം വർത്താനൊക്കെ പറഞ്ഞു. 4 കുട്ടികളുണ്ട് അവർക്ക്. എത്ര കുട്ടികളെ? 4 കുട്ടികൾ. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഉഷാറാണായിരുന്നു. ഒരിക്കലും ജോലിക്ക് പോകുന്ന ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കുട്ടിയാണ് കേട്ടോ. ഒരിക്കലും എനിക്കെൻ്റെ ജീവിതത്തിൽ ജോലിക്ക് പോകാൻ പറ്റുന്ന പ്രതീക്ഷിക്കാത്ത, അതായത് അടഞ്ഞു കടങ്ങപ്പെട്ട ഒരു കുട്ടിയാണ്. ആ കുട്ടി ആദ്യത്തെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എനിക്കറിയാം ഇവള് ജോലിക്ക് ഏബിളായ ആളാണ്. എന്നുള്ള ചരിത്രമൊന്നും എനിക്കറിയില്ല. പക്ഷേ ആദ്യമൊന്നും സംസാരിക്കൊന്നുമില്ല എനിക്ക് കാര്യമായിട്ട്. അങ്ങനെ ഇന്നലെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്നോട് ഇങ്ങനെ സംസാരിച്ച് ഞാൻ ചോദിച്ചു ഇപ്പം എന്താ ചെയ്തു? ഞാൻ പെരിന്തൽമണ്ണ അൽസലാമിയിലാണ് സാറേ. ഓക്കെ, ട്രെയിനിങ് കഴിഞ്ഞു.
ഞാനവിടെ പോരുന്ന മുന്നേ തന്നെ എനിക്കവിടെ ജോലി തന്നു. അവിടെ കോൾ അറ്റൻഡ് ചെയ്യണ കണ്ടിട്ട് എന്നോട് പറഞ്ഞു എന്നെ അറ്റൻഡ് ചെയ്യണം കോൾസ്, ആൾക്കാരെ കോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ആ പണി മാത്രം എടുക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോരാൻ നിന്നപ്പോൾ പറഞ്ഞു അവിടെ PR-ഉം അവിടുത്തെ മാനേജറൊക്കെ ഇടപെട്ടിട്ട് അവിടെ തന്നെ പിടിച്ചു നിർത്തിയിട്ട് നല്ല ഒരു മാസം ആവണുള്ളൂ പെർമനൻ്റ് ആക്കിയിട്ട്. അപ്പോൾ പറയാനേ കരിങ്കല്ലത്താണി പുതിയൊരു ഹോസ്പിറ്റൽ വരുന്നുണ്ട്, അവിടെ ഞായറാഴ്ച ഇന്നലെ മിനിഞ്ഞാന്ന് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, അല്ല ഈ ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടും, അത് ഉറപ്പാണ്, പോകരുത്. എന്താ കാരണം നിങ്ങൾക്കറിയും? എൻ്റെ ചെറിയ കുട്ടിക്ക് എത്രയായി? 5 വയസ്സായിട്ടുള്ളൂ. ആ കുട്ടി കരിങ്കല്ലത്താണി ഹോസ്പിറ്റലിൽ തുടങ്ങിയാലും ഏത് ഹോസ്പിറ്റലാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് കിട്ടും. എനിക്ക് പോകാൻ കഴിയുമോ? ഇല്ല, അത് കഴിയില്ല. അപ്പം എൻ്റെ അതും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല. അൽസലാമിയിൽ എന്താ പ്രത്യേകത? ഹോസ്പിറ്റലാണ്. സൂര്യൻ പോയാൽ പിന്നെ അവിടെ പരിപാടി ഉണ്ടാവില്ല, മനസ്സിലല്ലേ? നിൽക്കേണ്ടി വരില്ല, നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് പോകരുത്. അങ്ങനെ എനിക്ക് പറയണമെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കും. ആ നഷ്ടങ്ങൾ എനിക്ക് വേണമെങ്കിൽ പറയാം, ആ പൊക്കോ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഫോട്ടോ കൂടി വേണമെങ്കിൽ ഇടാം, ആ ഇന്ന ഹോസ്പിറ്റലിൽ നമ്മളെ കുട്ടി ഉണ്ട് വേണം. അതിന് കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല, വെറുതെ. വേറെ TTC പഠിച്ച കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, പ്രീ പ്രൈമറി, നല്ല കഴിവുള്ള കുട്ടികളാണ്. ഒരു TTC നല്ല പഠിക്കേണ്ടതിന് ശരിക്കും പ്രീ പ്രൈമറി പഠിച്ചില്ല. ഓര് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു സാറേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നോടാണോ ഞങ്ങൾ ജാംജൂമിൽ പോവാണ്, ജാംജൂമിൽ വേക്കൻസി ഉണ്ടാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ജാംജൂമിലൊന്ന് പോയി നിൽക്കണം, എന്താണ് നിങ്ങൾ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ്, നിങ്ങൾ അതിനെ പറ്റി അതിനുള്ള ആൾക്കാർ വേറെ ഉണ്ട്, അതും ഞാൻ പഠിക്കും, സത്യം. അപ്പം എന്താ കാരണം നിങ്ങൾ ഞാൻ എന്താ ആഗ്രഹിക്കണത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഉയരത്തിലെത്തണം, നിങ്ങളെ ലൈഫ് നല്ല രീതിയിലായി മാറണം. എനിക്കറിയാം ആ കുട്ടിക്ക് 4 കുട്ടികളിലൊക്കെ എനിക്ക് എങ്ങനെ അറിയാം, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ എപ്പോഴും ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ, അപ്പം തന്നെ ഞാൻ എന്താ കണക്കൂട്ടി കാര്യങ്ങളെ എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസിനെ മാറ്റി വെച്ചുകൊണ്ടാണ് ആ കുട്ടി ക്ലാസ്സിന് വരുന്നത്. മണ്ണാർക്കാട്ട് തന്നെ ആ കുട്ടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസിനെ ഈ പറഞ്ഞ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കുട്ടി വരുന്നത്. അപ്പൊ ആ കുട്ടിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവണം. അതിൻ്റെ ആഗ്രഹം എൻ്റെ ഉള്ളിലും കൂടി ഉണ്ടാവണം. ഇതാണ് ഇതിൻ്റെ സത്യം. ഇതാണ് IT അക്കാഡമി. ഞാൻ എന്താണോ അതായിരിക്കാം എൻ്റെ IT അക്കാഡമി. ഇതാണ് എൻ്റെ തീരുമാനം. അതിനെ എതിര് നിൽക്കുന്ന ആരാണെങ്കിലും ഞാൻ പിടിച്ച് പുറത്താക്കും. അതിന് എത്ര കഴിവുള്ളവരായിട്ടും കാര്യമില്ല, അതിൻ്റെ ഭാര്യയായിട്ടും കാര്യമില്ല, എൻ്റെ കുട്ടിയായിട്ടും കാര്യമില്ല, ഇതാരായിട്ടും കാര്യമില്ല. എൻ്റെ ഞാൻ ബന്ധുക്കളെ അവിടെ എടുക്കലില്ല, എടുക്കൂല. എന്താ കാരണം? ഓല എക്സ്ക്യൂസ് ഇങ്ങനെ കേൾക്കണ്ടേ. ഈ എക്സ്ക്യൂസ് തന്നെ എനിക്കിഷ്ടമല്ല. ഈ എക്സ്ക്യൂസ് ഉള്ളവന് രക്ഷപ്പെടാൻ തന്നെ പണിയാണ്. കാര്യം പറയും, നിങ്ങൾ എവിടെയും പഠിച്ചു നോക്കി അങ്ങനെ ഉണ്ടാവും. അപ്പം ഞാൻ ഈ അടിത്തട്ടിൽ പഠിപ്പിക്കുന്നത് എന്തിനാ വെച്ചാൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങളെ റെഡിയാക്കാൻ പറ്റും. എന്നും ഒരാളുണ്ടാവില്ല, നമുക്ക് ആര് പറഞ്ഞാലും കേൾക്കാൻ പറ്റില്ല. നമ്മൾ ഉമ്മയും ബാപ്പയും പറഞ്ഞാൽ കേൾക്കൂല. നമ്മള് നിങ്ങൾ പറഞ്ഞേരി മുഴുവൻ കേൾക്കുമോ? ഒലക്ക കേൾക്കുമോ? ഇവിടെ ഫുള്ള് ഉമ്മാനി ബാപ്പാനെ അനുസരിക്കണം എത്ര ആൾക്കാരുണ്ടാവും? ഒരു 50% 60% ഉണ്ടാവും. എല്ലാം പറഞ്ഞാൽ കേൾക്കണേ ഉണ്ടാവില്ല. എത്ര കാലം നിങ്ങൾക്ക് അറിയോ? ആദ്യം ചെറിയ കുട്ടിയാവുമ്പോൾ നമ്മുടെ ഹീറോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ നിങ്ങളെ? എൻ്റെ ഉപ്പയാണ് എൻ്റെ ഹീറോ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയാണ് എൻ്റെ ഹീറോ. കുറച്ച് കഴിയുമ്പോൾ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ചെറിയ ചെറിയ ഒബ്ജക്ഷൻസ് ഒക്കെ ഇങ്ങനെ തുടങ്ങും. പിന്നെ ഒരു +2 ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് കുറച്ചും കൂടി കഴിയുമ്പോൾ ഓല് പറഞ്ഞൊന്നും ശരിയല്ല, ഓലൊന്നും നമ്മളെ സ്റ്റാൻഡേർഡിന് പറ്റിയ ആൾക്കാരല്ലാത്ത ആൾക്കാരെ മാറും. കുറച്ച് കഴിയുമ്പോൾ ഓൾക്ക് തീരെ വിവരമില്ലാത്തവരായി മാറും. പിന്നെ ഓല് പറഞ്ഞ ഒരു സാധനം നമ്മൾ അനുസരിക്കൂല. അപ്പോഴതാണ് എന്ത് പറ്റില്ലേ, നമുക്ക് ഏറ്റവും വലിയ ഫോൾട്ട് പറ്റും. ഒരു നമ്മളോട് പറയുന്നത് എത്ര മോശം രക്ഷിതാക്കളായാലും അവർ ഒരിക്കലും നമ്മളുടെ നാശത്തിന് വേണ്ടിയിട്ട് ഒരാൾ പറയുന്നത് എനിക്ക് തോന്നണില്ല.
എന്തായാലും തോന്നുന്നു. ഓല കാഴ്ചപ്പാടുകളും ഓല് വന്ന സാഹചര്യങ്ങളൊക്കെ പലതേക്കരം, അതൊക്കെ വേറെ കാര്യം, ജനറേഷൻ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള ഇന്റൻഷൻ, അതായത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നുള്ള ആ പവർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഒരിക്കലും ഒരു രക്ഷിതാവ് നിങ്ങളുടെ നന്മ ഉദ്ദേശിക്കാത്ത ഒരു കാര്യവും പോലും പറയില്ല. ഗ്യാരണ്ടിയാണ്. വേറുള്ളൊരു മുഴുവൻ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ പല രീതിയിലും നിങ്ങളെ പറഞ്ഞു മയക്കും. ഇപ്പൊ ഭർത്താവാണെങ്കിൽ വരെ പറയും, ഞാൻ ഇപ്പൊ എനിക്ക് എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യനോട് ഞാൻ ആ രീതിയിൽ സംസാരിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ ട്രാക്ക് ചെയ്യും. ഉറപ്പല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. എനിക്ക് പൈസക്ക് ടൈറ്റ് വന്നു, സ്വർണം കിട്ടണം, ഞാൻ എങ്ങനെ സംസാരിക്കാം? ഭയങ്കര നിങ്ങളേക്കും അങ്ങനെയൊക്കെ സാർ ഞാൻ കാണിച്ചതാണ്, പിന്നെ എന്താ പറയണേന് കുഴപ്പം? ഞാൻ ചെയ്തതാണ്, എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല, ചെയ്തതാണ്. എല്ലാം പോയി, നശിച്ചു, ഫുൾ പോയി. ആ പാവം 100 പവനം കൊടുത്തീനന്ന്. ഇന്നത് ഉണ്ടെങ്കിൽ 1 കോടി ഉറുപ്പുണ്ട്. ഒരു 10, 60, 70 പവനം ഞാൻ നശിപ്പിച്ചു, ബാക്കി കയ്യിലുണ്ടാവും. ഞാൻ കളഞ്ഞാണ്. ഞാൻ വേറൊന്നും ബിസിനസ് ചെയ്ത് കളഞ്ഞതാണ്. അരുത് എന്നോട് എത്രയോ ആൾക്കാർ പറഞ്ഞു, നമ്മൾ കേൾക്കൂല. ഞാൻ മീൻ കച്ചവടം തുടങ്ങുമ്പോൾ എന്നോട് പെരിന്തൽമണ്ണ മാർക്കറ്റിലെ ഒരു നാണികാക്കാർ ഒരു ഏജന്റ് ഉണ്ട്, അയാളോട് പറഞ്ഞു, അല്ല നിങ്ങളിത് പഠിച്ചിട്ടാണോ ചെയ്യുന്നത്? നിങ്ങളെ കൂടെ ഇതിന്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ല. പിന്നെ ചെയ്യണോ? നിങ്ങൾ ചെയ്താല് അപ്പൊ നമ്മളെന്താ കരുതിയ നിങ്ങളെ ഇയാൾക്ക് നമ്മൾ ചെയ്ത് കാണി ഇയാൾ ദിലാറ് ഉയരത്തിലെത്തുമോ എന്നുള്ള അസൂയയാണ് എന്നാണ് നമുക്ക് തോന്നിയത്. ഇതിമക്കട്ട് ഇറങ്ങിയപ്പോ ഇത് കയ്യുമേലുണ്ടായപ്പോഴാണ് മനസ്സിലായത് ഇത് പറഞ്ഞത് സത്യമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാല്, ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത്, എവിടെയാണോ പ്രോബ്ലം വരുന്നത് അത് ഐഡന്റിഫൈ ചെയ്യാനും, അത് ഐഡന്റിഫൈ ചെയ്താൽ അതിൽ നിന്ന് വേഗം യൂട്ടേൺ അടിക്കാനും പഠിപ്പിക്കുക. അത് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുക. സിമ്പിൾ കാര്യങ്ങളിലൂടെ അത് പഠിപ്പിക്കുക. നിങ്ങൾ എല്ലായിടത്തും റേഷ്യോ എടുത്ത് നോക്കിക്കോളി. ഞാൻ ഉറച്ചു പറയും, IT അക്കാദമിയുടെ കുട്ടികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജോലിക്ക് ഗ്യാരണ്ടിയാണ്. മറ്റേതൊക്കെ അള്ളി പിടിച്ചിട്ട് കയറ്റി കയറും, ഇത് സന്തോഷത്തിൽ കയറുന്നവരാണ്, ഒരു സംശയമില്ല. വർക്ക് ചെയ്യണ്ടെങ്കിൽ ചെയ്യണ സ്ഥലത്ത് സന്തോഷത്തിൽ വർക്ക് ചെയ്യണം ഒരാൾ. ഇന്ന് പോലും ഞാൻ ഇവിടെ ഈ അലൂമിനി എന്താ പറയാ, ഗസ്റ്റിനെ വിളിക്കുന്ന പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ പോയ കുട്ടികളെ വിളിക്കണം. ആരെ വിളിച്ചിട്ടും വരാൻ ഒരു ഒഴിവില്ല. ആ സ്ഥാപനത്തിനോട് അത്ര ഡെഡിക്കേറ്റഡ് ആയിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മളെന്താ കരുതോ? ഞാൻ കരുതേണ്ടത് എന്താണ്? ഞാനൊരു പരിപാടിക്ക് വിളിച്ചിട്ട് ഒക്കെ വരാം. ഞാൻ എന്താ കരുതിയ നിങ്ങള്? ഞാൻ പവർഫുൾ ആയത് എന്താ കാരണം വെച്ചാൽ, അതിൽ ഫുൾ കോൺസെൻട്രേറ്റഡ് ആയി ചെയ്യുന്നുണ്ട് കുട്ടികളെ. യെസ്, അപ്പൊ ഞാൻ വിജയിച്ചു. ഞാൻ അങ്ങനെ കണക്കൂട്ടി. സത്യം, എൻ്റെ ദൈവമാണ് സത്യം. ഞാൻ അങ്ങനെ കണക്കൂട്ടി. മെസ്സേജ് ചെയ്യും, സാറേ എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളിട്ടോ, വരട്ടോ. മെസ്സേജ് ചെയ്യും. ഞാനൊരു ഒരു സ്നേഹത്തിൻ്റെ ചിഹ്നം ഇട്ടെടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിട്ട് കൊടുക്കും, സ്റ്റിക്കർ ഇട്ട് കൊടുക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ ചോദിക്കുക, എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, വരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം, സാർ ഷുവർ സാർ, ഞാൻ എന്തായാലും വരാമെന്നൊക്കെ പറയും. പിന്നെ എന്നെ വിളിച്ചിട്ട് പറയും, സാറേ അവിടുന്ന് ലീവ് കിട്ടിയിട്ടില്ല, എന്നെ കുറേ ഡ്യൂട്ടി ഏൽപ്പിച്ചതുണ്ട്, അത് നമ്മൾ ചെയ്ത് തീർത്ത് കൊടുക്കാൻ ഞാൻ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, ഞാൻ പോരണമെങ്കിൽ പോരൊക്കെ ചെയ്യാം, പക്ഷേ അതല്ലല്ലോ എൻ്റെ ശരി. അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, സാറില്ല, ഡോണ്ട് വറി, എൻ്റെ സ്റ്റിക്കർ എടുത്തതാണ്, ഡോണ്ട് വറി. എന്താ കാരണം എന്ന് വെച്ചാൽ അതാണ് പവർ. ഇത്ര ബാക്കിയുള്ള മുന്നിൽ ഇമിക്ക് കാണിക്കാനൊന്നുമല്ല, എനിക്ക് അഭിമാനത്തോട് കൂടിയിട്ട് പറയാൻ പറ്റണം, എൻ്റെ കുട്ടികൾ, ഞാൻ ഒരാളെത്തും സഹായത്തിന് പോകാത്താളാണ്. ഞാൻ പോവാറില്ല. പക്ഷേ കഴിയണമെന്ന് ഞാൻ പോവാറില്ല. അഥവാ വന്നാൽ തന്നെ അത്രയും കുടുങ്ങിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യും. അതിനെ കഴിയണതും അതിനെന്തെങ്കിലും കൊടുത്തിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്തിട്ട് ചെയ്യലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവരുടെ ഔദാര്യമായിട്ട് ഞാൻ ചെയ്യലില്ല. എന്താ കാരണം വെച്ചാൽ അങ്ങനെയാണ്. പക്ഷെ അതേപോലെ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം, 4 വർഷമായിട്ട് എൻ്റെ കുട്ടീൻ്റെ അവിടെ വരയ്ക്കണം. ആലോചിക്കുക, പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ
എനിക്ക് ഇന്ന മോൾഡ് ചെയ്യാൻ കഴിയണം. അങ്ങനെ മോൾഡ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നിങ്ങളീ അതേപോലെ ചെയ്യാൻ കഴിയണം. നിങ്ങൾക്ക് ഞാൻ റൂട്ട് കാണിച്ചു തരാം. വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ഫോളോ ചെയ്തു, രക്ഷപ്പെടുന്ന ഒരു സംശയമില്ല. ഉറപ്പായിട്ട് രക്ഷപ്പെടും. എന്നാൽ നിങ്ങൾ ഈ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തരായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവില്ല. അതും ഞാൻ ഗ്യാരണ്ടിയാണ്. അതുപോലെ എഴുതി വെച്ചു. ചിലതൊക്കെ നമുക്ക് വേറെടുക്കുമ്പോൾ ഭയങ്കര വേദന ഉണ്ടാവും. നമ്മളെ പ്രിയപ്പെട്ട ഉപ്പയും മരിച്ചു കിടക്കുമ്പോൾ ആ മയ്യത്ത് കൊണ്ടുപോണ സമയത്ത് നമ്മളെടുത്തുന്നൊരു ഒരു ഭയങ്കര ഒരു സാധനം വരാണ്ട് സ്നേഹമുള്ള കാര്യം മാത്രമാണ് പറയുന്നത് കേട്ടോ. വരാണ്ട് അതുണ്ടല്ലോ, നമ്മളെ നെഞ്ചിന്ന് പറിച്ചു കൊണ്ടുപോകണ പോലെ തോന്നും. അതേപോലെ നമ്മളിൽ നിന്ന് പല സാധനങ്ങളും മാറ്റണമെന്ന് തീരുമാനിക്കുമ്പോൾ അതേപോലെ ഒരു വേദന വരും. മാറ്റേണ്ടത് മാറ്റിയേ പറ്റൂ. അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു പ്രപഞ്ച സത്യമാണ്. അതിനെ നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് വിജയിക്കാനുള്ള മാർഗം. അത് ചെയ്തേ പറ്റുള്ളൂ. അതേപോലെയാണ് ചിലപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പറിച്ചു മാറ്റേണ്ടി വരും. അത് മാറ്റാൻ ആരാണോ തയ്യാറാവുന്നത്, ഓൻ്റെ ഉള്ളിൽ നിന്ന് ഓൻ്റെ ഒരു ഹൈ പൊട്ടൻഷ്യൽ ഉണ്ട്, ഓൻ്റെ ഏറ്റവും പവർ ഉണ്ട്, ദൈവം കൊടുത്ത ഫ്രീ ആയിട്ട് കൊടുത്ത് ഒരു പൈസ ഇല്ലാതെ, അത് പുറത്തേക്കാണ് വരും. അത് പുറത്തേക്കാണ് വരുമ്പോൾ ഉണ്ടാവേണ്ട റിസൾട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലേക്ക്. അപ്പോഴാണ് നമ്മളെ ഭംഗിക്കും നമ്മളുടെ ബാക്കിയുള്ള സാധനത്തിനൊക്കെ വാല്യൂ ഉണ്ടാവുക. അല്ലെങ്കിൽ വെറും ആ ഭംഗി നഷ്ടപ്പെടുന്നത് വരെ മാത്രമുള്ള ഒരു വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. എൻ്റെത് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇത് കണ്ടിട്ടും നിങ്ങളെപ്പോലെ എൻ്റെ മുന്നിലിരുന്ന കുട്ടികളത് കണ്ടിട്ടും. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. അടിത്തട്ടിൽ തറ പഠിപ്പിക്കാം. അത് ബിൽഡ് ചെയ്യാൻ പഠിച്ചാൽ ബാക്കിയൊരു ബിൽഡ് ചെയ്തു. അവർക്ക് അറിയില്ല അതെങ്ങനെ, അത് ഓട്ടോമാറ്റിക് സംഭവിച്ചു. അതൊരു ഓട്ടോമേഷനാണ്. അത് സംഭവിച്ചു. എൻ്റെ മക്കളോട് ഞാൻ ഇതന്നെ പറയും, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. റിസൾട്ട് വന്നോളും. ആദ്യത്തിൽ നിന്ന് മാറാൻ നമുക്ക് കുറച്ച് പണിയൊക്കെ തോന്നും, പക്ഷേ അതിൽ നിന്ന് മാറിയേ പറ്റുള്ളൂ എന്നുള്ള നമ്മളുടെ ഉള്ളിലുള്ള ആ ബോധം നമ്മളെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, അതിങ്ങനെ വർക്കിംഗ് ആയി കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. അത് കുറച്ച് സമയം എടുക്കും, ഉറപ്പാണ്. ആ സമയം എടുത്താലും ലൈഫ് മാറും. ഈ ലൈഫ് മാറിയിട്ട് ഡിസ്ട്രാക്ഷൻസിലല്ലാത്ത ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ റസീനൻ്റെ കഥ അതാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഈ വീട് വെച്ചാൽ എനിക്ക് ഇപ്പോൾ സാലറി കിട്ടുന്നുണ്ട്, എൻ്റെ വീട് വാടകക്കാണെങ്കിലും സ്വസ്ഥമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ലോൺ എടുത്താൽ ഒരടവ് വെച്ചാൽ എൻ്റെ വിളി വന്നാൽ എൻ്റെ വർക്കിംഗ് എഫിഷ്യൻസി കുറയും. അത് കുറഞ്ഞാൽ എന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു പുറത്താക്കും. ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലെന്ന് ചോദിച്ചു. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ സാർ, അത്രയും പറഞ്ഞിട്ടു. പെർഫോമൻസ് ഇല്ലാത്ത ആൾക്കാർ ആർക്കും വേണ്ടിയില്ല, ആർക്കും വേണ്ടിയില്ല, സത്യം പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ പെർഫോമൻസ് ഉണ്ടാക്കണമെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് അവിടുന്ന് യൂട്ടേൺ അടിക്കാൻ പഠിക്കണം. അതിന് ചിലപ്പോൾ ചില വാക്കുകളേക്കാരും, ചില സംസാരങ്ങളേക്കാരും, അതിനെ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കും പറ്റില്ല. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ റെഡിനെസ്സാണ്. അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം സെറ്റാവും. ബാക്കി 100% സെറ്റാവും. ഗ്യാരണ്ടിയാണ്. ആര് പ്രശ്നമുള്ള ആൾക്കാരെ, ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നക്കാരായിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. നമ്മൾ പ്രശ്നക്കാരല്ല ഞാൻ പോരെ, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് പറയാണ്, രക്ഷപ്പെടാൻ ആ ഉള്ളിൽ നിന്നുള്ള പവർ ഓഫ് ഇൻറ്റൻഷൻ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ജീവിതം മാറിയാൽ ജോലി ഇങ്ങോട്ട് വരില്ല. നിങ്ങൾക്കറിയട്ടാ, ജോലി വരില്ല. ജോലി ചിലത് കിട്ടും, നമ്മൾ പോയി നോക്കണം, അത് വേറെ കാര്യം. പക്ഷേ കിട്ടിയാലും എത്ര ആൾക്കാർക്ക് പോകാൻ പറ്റാത്തത് നിങ്ങൾക്കറിയാം. ഒരു ദിവസം പോവും, 2 ദിവസം പോവും, വീട്ടിൽ നിന്ന് സമ്മതിക്കണില്ല. വീട്ടിൽ ആ പ്രശ്നമാണ്, ഈ പ്രശ്നമാണ്. പഠിക്കാൻ വേണമെങ്കിൽ എത്രയും പഠിച്ചോ, ജോലിക്കൊന്നും പോണ്ട. നിങ്ങൾ കേട്ടോക്കി
നിങ്ങൾ ഓരോരുത്തരുടെ കഥകൾ ഇഷ്ടം പോലെ ഞാൻ പറയാം. എന്നാൽ ആ ലൈഫിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പഠിച്ചാലോ വാ അടിപൊളിയാണ്. ഓരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പഠിച്ചാലോ അടിപൊളിയാണ്. ലൈഫോടെ മാറും. അപ്പം ജോലിയായിട്ട് കിട്ടും. കിട്ടിയ ജോലിയിലാണ് വർക്ക് ചെയ്യാൻ കഴിയും. അവിടെ നമുക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് ഉണ്ടാക്കാൻ കഴിയും. അവിടെ ഒരു മനുഷ്യനായിക്കൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ കഴിയും, ഒരു റോബോട്ട് അല്ലാതെ. ആ മനുഷ്യനായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ കഴിയും. ആ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കും വേണ്ടത് എല്ലാ കാര്യങ്ങളും അവരെല്ലാം ചെയ്തു തരും. നമ്മളവർക്ക് ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മളെ നിലനിർത്തും. നമുക്ക് വേണ്ടവർ ചെയ്തു തരും. ഇതാണ് ചെയ്യുക. നിങ്ങൾ പറയുന്നത് മുംതാസിൻ്റെ കഥ. മുംതാസ് ഇത്തീസ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഒരു പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം ഇറങ്ങാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇറങ്ങരുത്. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ട് അവിടെ ഡോക്ടറോട് സംസാരിക്കാൻ, അവിടെയുള്ള ഓണറോട് സംസാരിക്കാൻ, എന്നിട്ട് ബാക്കി അങ്ങനെ അത് സംസാരിച്ച ഒരു പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യം പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പറഞ്ഞു, സാറേ ഞാൻ ഇറങ്ങി, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി, ഞാൻ ഫ്രീ ആകാറ്. ഓക്കെ ആണ്. എനിക്കെന്താ ആവശ്യം? എനിക്ക് വേറെ ഒരു ആവശ്യമില്ല, വേറെ കാര്യമില്ല. അപ്പം ഞാൻ സംസാരിച്ച ഓള് ഒന്നും ആവില്ല എന്ന് എനിക്കറിയാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കണില്ല. പിന്നെ വിളിച്ചു, എടുക്കണില്ല. പിന്നെ ഒരു ദിവസം തിരിച്ചു വിളിച്ചു, സാറേ തിരക്കിലാണ്, ഇവിടെ ഭയങ്കര തിരക്കാണ്, അല്ലാതെ ഇപ്പോൾ എവിടെയാണ് ചോദിച്ചു. ഞാൻ ഇത്തീസ് തന്നെ കയറിയ. എന്താ കാരണം ചോദിച്ചു. ഞാൻ ആദ്യത്തെ ഇറങ്ങി 2ാമത്തെ ദിവസം തന്നെ ഞാൻ കുന്നുമള്ള വേറെ ഹോസ്പിറ്റലിൽ കയറി. പിന്നെ അവിടുന്ന് വിളിച്ചുകൊണ്ടുപോയി. അവർ എപ്പോൾ ഇറങ്ങിയാലും ഞങ്ങൾ വിളിക്കുന്നുണ്ട് കൊണ്ടുപോയി. അത് കയറി എന്നറിഞ്ഞപ്പോൾ ഡോക്ടറും വൈഫും തിരഞ്ഞു വന്നു. ഇത്തീസിൻ്റെ ഓണറും തിരഞ്ഞു വന്നു വീട്ടിലേക്ക് വന്നിട്ട് സാലറിയും കൂട്ടിക്കൊടുത്തു. ഒരു സാലറി ചോദിച്ചിട്ടേ ഇല്ല, സാലറിയും കൂട്ടിക്കൊടുത്തു. ഞാൻ അവളോടൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു, എന്നാൽ എനിക്ക് സാലറി കുറച്ചും കൂടെ കൂട്ടി ചോദിച്ചു. സാറേ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, അത് ഞാൻ ചോദിക്കില്ല എന്നോട്. ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്, എന്നുള്ള ആറ്റിറ്റ്യൂഡ് അറിയാൻ. അപ്പോൾ പറഞ്ഞു സാലറിയും കൂട്ടിക്കൊടുത്തു, പൊസിഷനും കൂട്ടിക്കൊടുത്തു, നൈറ്റ് ഷിഫ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് എന്നെ ഫുൾ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റൊക്കെ മാറ്റി. ഇവിടെ വന്നപ്പോൾ 10ാം ക്ലാസ് മാത്രമുള്ള മുംതാസ്. മനസ്സിലായി? ഇതാണ് ലൈഫ് മാറുള്ള അവസ്ഥ. അതിന് വയ്ക്കണം, നമുക്ക് വാല്യൂ ഉണ്ടാക്കാൻ കഴിയണം. ഓളെ വീട്ടിൽ ഒന്നും അല്ലാതെ ഇരുന്നോടത്തുനിന്ന് ഓൾക്ക് വാല്യൂ ആണ് കൂടി. ഓളവിടെ എല്ലാം കൈകാര്യം ചെയ്യൽ തുടങ്ങി. എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കൽ തുടങ്ങി. ഓൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് ആയി, ഓളെ ഫാമിലിയിൽ ഇമ്പോർട്ടൻസ് ആയി, എല്ലായിടത്തും ഇമ്പോർട്ടൻസ് ആയപ്പോൾ ഓൾക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കൽ തുടങ്ങി. ജോലി സ്വസ്ഥമായിട്ട് ചെയ്യൽ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ആസ്വദിക്കൽ തുടങ്ങി. ഓൾക്ക് ടൂറ് പോകാനും ഒക്കെ വേണ്ട ഫോൺ വാങ്ങാനും എല്ലാത്തിനും ഒക്കെ സാധിക്കൽ തുടങ്ങി. വേണ്ട വീട് വെക്കാനും ഒക്കെ സാധിച്ചു. അവിടെ പെർഫോമൻസ് ഉണ്ടാക്കിയപ്പോൾ ഓരോടെ വിടാതെ പിന്തുടരും. ഇതാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ എൻ്റെ കയ്യിൽ ഇത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇത്ര ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് ജോലി തരുമെന്ന് ചോദിച്ചാൽ കിട്ടൂല ജോലി. സത്യം. അതിനെല്ലാം പഠിക്കുന്ന വേണം, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ബുക്കിൽ നിന്ന് പഠിച്ചിട്ട് കാര്യം, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിനെ പഠിക്കണം, കുടുങ്ങിയ ആൾക്കാരിന്ന് പഠിക്കണം. അവരുടെ തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടും, അല്ലാതെ കിട്ടൂല. അപ്പം ഇത് ഒരു വലിയ ജ്ഞാനം. ഞാൻ ഇങ്ങനെ പഠിച്ച് ഞാൻ എൻ്റെ അടിത്തട്ടിലാണ് റെഡിയാക്കൽ. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് സ്കില്ല് പഠിപ്പിച്ചെന്നപ്പോൾ സ്കില്ല് 2ാമത്തെ ബാച്ചിന് ചിലപ്പോൾ പഠിപ്പിച്ചെന്നുണ്ടാവില്ല. ഇല്ലല്ലോ, ഉണ്ടാവും. ഇല്ലല്ലോ, സ്കിൽസ് പഠിപ്പിക്കണമെന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞില്ലേ സ്കിൽസ് പഠിപ്പിച്ചെന്നപ്പോൾ സിമ്പിളായിട്ടുള്ള സ്കിൽസ് പഠിപ്പിച്ചു. നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും കേട്ടോ, പേടിക്കണ്ട. തരും, എല്ലാം തരും. തന്നിട്ടേ ഇവിടുന്ന് വിടുള്ളൂ. അതിനിപ്പോൾ ഒരു മാസം കൂടിയാലും തരാതെ വിടുന്നത് എന്തായാലും വിടില്ല. വൈകിയത് എനിക്ക് സുഖമില്ലാതായതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വിടില്ല. അപ്പോൾ അതാണ് സിമ്പിളായിട്ട് പഠിപ്പിച്ചത്. അങ്ങനെ ആ സിമ്പിളുള്ള കാര്യങ്ങളാണ് വലിയ വലിയ റിസൾട്ട് ഉള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ഉള്ളിലെ ബ്രെയിനിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറേ സയൻസുകൾ നടക്കുന്നുണ്ട്. ഒരു സയൻസാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്, ഒരു ബ്രെയിനിൻ്റെ ഭാഷ, നമ്മളുടെ ബ്രെയിനിൻ്റെ ഭാഷ. നമുക്ക് പല ലാംഗ്വേജ് ഉണ്ട്. ദ ലാംഗ്വേജ് ഓഫ് അവർ ബ്രെയിൻ. എൻ്റെ പേരാണ് VAK. എന്താണ് VAK? എൻ്റെ ഫുൾ എന്താ വെച്ചാൽ 2 സാധനങ്ങളുണ്ട്. വാക്കോക്ക് എന്ന് പറഞ്ഞാൽ VAKOG, വിഷ്വൽ, ഓഡിറ്ററി, കെനസ്തെറ്റിക്, ഓൾഫാക്ടറി, ഗസ്ട്രോട്ടറി. അതായത് കാഴ്ച, കേൾവി,
അനുഭവിക്കൽ, പിന്നെ മണം, രുചി. 5 സാധനം. ദ ഡോർസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ബ്രെയിനിൻ്റെ ഭാഷ. ബ്ലാക്കോക്ക്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് VAK, വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്. ഈ 3 കാറ്റഗറിപ്പെട്ട ഏതെങ്കിലും ഒരാളായിരിക്കും ഞാനും നിങ്ങളും എല്ലാം. ചില ആളുകൾക്ക് കാണാൻ ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് കേൾക്കലായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ സംസാരിക്കലായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് അത് അനുഭവിച്ച് അറിയലായിരിക്കും ഇഷ്ടം. ഇതാണ് VAK. എന്താണ് VAK? VAK. വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്. ഇതിനെ ഈ 3 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈവൻ IT അക്കാഡമി അടക്കം. നമുക്കിതിനെ നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നേ നടന്നു പോകുന്നതാണെങ്കിലും ഇത് സയൻസിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഇതിനെ പീസാക്കിയിട്ട് പഠിക്കാൻ പറ്റുക. പീസായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ പീസിനെ എന്ത് ചെയ്യാം, റെഡിയാക്കിയിട്ട് മാറ്റാം. അപ്പോൾ കറക്റ്റ് ക്ലിയർ അല്ലേ? ബോറടിച്ചോ? അടുത്തോ നീച്ചണോ? വേണോ? അപ്പോൾ VAK എന്താണ്? വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്. ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു വലിയ മാള്, ഒരു വലിയ ബിൽഡിങ് എല്ലാം ഇന്ന് പ്രവർത്തിക്കുന്നത് ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അതിനെ ഏറ്റവും മുൻപന്തിയിൽ എത്തിക്കുന്നത് ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യണത് ഈ സിസ്റ്റം വെച്ച്. എന്താ കാരണം? ഒരു മനുഷ്യൻ്റെ ബ്രെയിനിലേക്ക് കയറാത്ത ഒരു സാധനം അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കഴിയും. അപ്പോൾ ബ്രെയിനിലേക്ക് എങ്ങനെയാണ് ഇത് കയറുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് അവിടെ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്, എങ്ങനെയാണ് അത് വ്യത്യസ്തമായിട്ട് മാറാൻ കാരണം. അതായത് ഞാൻ കണ്ടതല്ല നിങ്ങൾ കാണുന്നത്, എനിക്കിഷ്ടമുള്ളതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ആണോ? എൻ്റെ കാഴ്ചപ്പാടിലെ ഭംഗിയല്ല നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ളത്, ആണോ? അല്ല. അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ആളുകളായതുകൊണ്ടാണ് എല്ലാവർക്കും എന്ത് കിട്ടിയത്? എല്ലാവർക്കും പുതിയ പിള്ളേരെയൊക്കെ കിട്ടണം. അല്ലെങ്കിൽ കിട്ടൂല. ഒരു പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി കിട്ടൂല. മനസ്സിലായില്ലെങ്കിൽ കാരണം ഇതങ്ങനെയാണ്. ഇപ്പോൾ ചില ഡ്രസ്സുകൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. ചില ഡ്രസ്സുകൾ ഒരാൾക്ക് ഇട്ടത് മറ്റൊരാൾക്ക് ഭംഗി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അതെന്താ കാരണം? ഈ ഒരു തിയറിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ കയറി ചെന്നാൽ ശരിക്കും അവിടെ നടക്കുന്നത് VAK ആണ്. എന്താ VAK? നമ്മൾ കാണലാണ് അവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സാധനം, ആണോ? അല്ലേ? പിന്നെ അവിടെ ഉണ്ടാവുക ഓഡിറ്ററിയാണ്. ഓഫറുകൾ വിളിച്ചു പറയുണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. മൂന്നാമത്തെ ഒരു കാര്യമാണ് കിനസ്തെറ്റിക്. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണ്. നമുക്കത് കയ്യിലെടുത്ത് നോക്കി, നമുക്കത് എന്താണെന്ന് നോക്കി, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി, എല്ലാം നോക്കി, നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കി മനസ്സിലാവും. ഇങ്ങനെ ഇപ്പം ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നത്? മുന്നേ നമ്മളൊരു ഡ്രസ്സ് ചോദിക്കും, അത് അലമാരിയിൽ നിന്ന് എടുത്തരും. ഇന്ന് അങ്ങനല്ല. എങ്ങനെയാണ്? എക്സ്പീരിയൻസ് ലെവലാക്കി അവിടെ ഫുൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? തൂക്കിയിട്ടുണ്ടാവും. നമുക്ക് എടുത്തു നോക്കാം, നമുക്ക് വെച്ച് നോക്കാം, നമുക്കത് ഇട്ട് നോക്കാം, ഒക്കെ നോക്കിയിട്ട് വേണ്ടി അയച്ചിട്ടിട്ട് പോരാ. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അങ്ങനെ അല്ലാത്തൊരു ഷോപ്പിക്ക് നമ്മൾ കയറുമോ? പഴയ സ്റ്റൈലുള്ളൊരു ഷോപ്പിക്ക് നമ്മൾ കയറൂല. ഇതെന്താ കാരണം? ഇതിനെ ബിസിനസ്സിൽ പോലും ഉപയോഗിക്കൽ തുടങ്ങി. അതുകൊണ്ടാണ് എല്ലാം ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ക്യാബിൻ ക്രൂസ്, അതായത് എന്താ പറയുക, ഈ ഫ്ലൈറ്റിൽ ക്യാബിൻ്റെ അതായത് ഫ്ലൈറ്റിലെ സ്റ്റാഫുകളെ അവർക്ക് എന്തെങ്കിലും പണ്ടേയുള്ള പ്രത്യേകത എന്താ? അവർക്ക് നിർബന്ധമാണ് മേക്കപ്പ് ചെയ്യണം, നല്ല ഭംഗിയിലായിരിക്കണം. അതിൽ 3 ടൈപ്പ് 4 ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഒരേ ടൈപ്പ് ആവില്ല എല്ലാം. പിന്നെ നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? യെസ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇത് ഉപയോഗിച്ചിട്ടാണ് അന്ന് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഇന്നെല്ലാം അങ്ങനെ ആയി മാറി.
പല ടൈപ്പ് ആളുകൾ, എന്താ വെച്ചാൽ പല രീതിയിലുള്ള ആളുകൾ വരും. അവരെ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടീമാണ് അതിലുണ്ടാവേണ്ടത്. ഇതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ നോക്കി, നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്, ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നെസ്റ്റോയിൽ പോയപ്പോൾ, കോഴിക്കോട് നെസ്റ്റോയിൽ പോയ സമയത്ത് എല്ലാ ഈ മറ്റേ റാക്കിൻ്റെയും തലക്ക് ഓരോരോ പെൺകുട്ടികളൊക്കെ ഉണ്ട്, 1-2 നിൽക്കുന്നുണ്ട്. ഓരോ കയ്യിലൊക്കെ ഓരോ ഇതിൻ്റെ കുപ്പിയുണ്ട്, സ്പ്രേൻ്റെ കുപ്പിയുണ്ട്. ഞാൻ ഓൾറെഡി എനിക്കൊരു സ്പ്രേ മാത്രമേ ഞാൻ അടിക്കുള്ളൂ. ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്ത ആളാണ്. അങ്ങനെ ഉപയോഗിക്കൽ ചിലപ്പോൾ മറന്നുപോലും, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ സ്പ്രേ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, മറന്നുപോയി. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെന്ന സമയത്ത് ആദ്യത്തെ ആൾ ചോദിച്ചു, സാറേ സ്പ്രേ വേണ്ട. ഞാൻ പോന്നു. അടുത്ത കൗണ്ടറിൽ നിന്ന് ഇതേ സാധനം ചോദിക്കുന്നുണ്ട്, സാറേ ഒരു കാര്യം ചെയ്യോ സാർ, ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പം എൻ്റെ കൈ മേടിച്ചു. ഓക്കെ, ഞാനത് ഇങ്ങനെ അപ്പം നോക്കി ഞാൻ പോന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് വെറുതെ അറിയാതെ സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഞാൻ തിരിച്ചു പോയിട്ട് 2 ബോട്ടിലെടുത്ത് വാങ്ങിച്ചു. 2 ബോട്ടിൽ വാങ്ങി. ഒരു ബോട്ടിൽ വരെ 2 ബോട്ടിൽ വാങ്ങി. എന്താ കാരണം ഉണ്ടായത്? അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് തന്നു, അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു, അല്ലേ? പിന്നെ നമ്മൾ ഒരു പപ്പടപ്പേക്ക് വാങ്ങാനുള്ളൂ. നമുക്ക് പപ്പടം ഞങ്ങൾക്ക് അറിയില്ലേ? പപ്പടം എല്ലാവരും ഉണ്ടോ അല്ലേ? പപ്പടം അല്ല, പപ്പടപ്പേക്ക് അല്ല, ഇതായിക്കൊണ്ടെങ്കിൽ ചിലപ്പോൾ പപ്പടം ഇല്ലെങ്കിൽ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറ്റി? പപ്പടം. അപ്പോൾ ഒരു പാക്കറ്റ് പപ്പടം വാങ്ങാൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഒരു പാക്ക് പപ്പടം കൊണ്ട് പോകുന്ന ആരും ഉണ്ടാവില്ല. ഉണ്ടാവും? ഇല്ല. പപ്പടം ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും, വേറെ കുറേ സാധനം വാങ്ങിയിട്ടുണ്ടാവും. എന്താണ് അവിടെ സംഭവിച്ചത്? ഇതാണ് സംഭവിച്ചത്. ഇപ്പോഴും നമ്മൾ പല സാധനങ്ങൾ വീട്ടിൽ നിന്ന് വീണ്ടും അതേ സാധനം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകുമ്പോഴാണ് അറിയാം, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച സാധനം കൊണ്ട് എവിടെ വീട്ടിൽ കിടക്കണോ ഉപയോഗിക്കാതെ. എൻ്റെ വീട്ടിലൊക്കെ ഉള്ളതാ, അതാ ഞാൻ അത്ര ധൈര്യത്തിൽ പറയുന്നത്. ഇതാണ് സിസ്റ്റം, ഇതാണ് സംഭവം. ഇതെന്താ കാരണം? നമ്മൾ കാണുമ്പോൾ അപ്പോൾ സംഭവിക്കണം, അപ്പോൾ നമ്മളെ അട്രാക്ട് ചെയ്യണം. അതാണ് വിഷ്വൽ. അപ്പോൾ നമ്മളെ ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് മെസ്സേജ് പോവാണ്. നമ്മൾ കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, പിന്നെന്താ സ്മെല്ലിലൂടെ. ചില ആൾക്കാർ പറയും, ചില ആൾക്കാർക്ക് ഭയങ്കര സംസാരിക്കാനൊക്കെ ഇഷ്ടം. ഒരു പറയാം, എന്താ പറയുക, ഒരു പറയാം, ഞാൻ ഓരോ കാറ്റഗറി ആൾക്കാരെ മനസ്സിലാക്കാനാണ് പറയുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് വന്ന് പിന്നെ പറഞ്ഞ പല പ്രശ്നങ്ങളാണ് പറയുന്നത്. ചിലപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് വരുന്ന പ്രശ്നമാണ് ഞാൻ പറയുന്നത്, സാറേ എന്നെ കേൾക്കാൻ ആരുമില്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. ചില ആൾക്കാർ പറയും, ഞാൻ നന്നായി സംസാരിക്കുന്ന ഒരു പുതിയാപ്പളിനെ കിട്ടുമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷെ ഇയാളെ എന്താ മനസ്സിലായി. സത്യം സത്യം. ഒരു കുട്ടി പറഞ്ഞതാണ്. ഒരു കുട്ടി TTC ഓൺലൈൻ പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ വന്നു. അങ്ങനെ നിങ്ങളോട് പറഞ്ഞല്ല, സബ്മിറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ ഈ ടീച്ചേഴ്സ് ഇങ്ങനെ ഞാൻ അങ്ങനെ മീറ്റിംഗ് കൂടെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. സാറേ ആ കുട്ടി ഭയങ്കര മോശമാണ്, തീരെ ഇത് ചെയ്യുന്നില്ല, ഒന്നും റെസ്പോണ്ട് ചെയ്യൂല, ചെപ്പിളയിലൊക്കെ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അങ്ങനെ പറയും. ചില ആൾക്കാർ ചോദിക്കുന്നതോടെ ഞങ്ങൾ ഒഴിവാക്കട്ടെ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞാൽ പറ്റില്ല, ഒഴിവാക്കാൻ വേഗണ്ട, പറ്റില്ല. ഒരാൾ ജീവിതത്തിൽ രക്ഷപ്പെടുകയാണെങ്കിൽ അതിന് കുറച്ച് പണിയുണ്ടാവും. ഒരാളെ ഒഴിവാക്കാൻ വേഗണ്ട, ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് നീ ക്ലാസ് തരാൻ കഴിയില്ല എന്നോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് പരീക്ഷ മാർക്കില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം. അത് പറ്റില്ല. ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. അങ്ങനെ കുറേ കഴിഞ്ഞ് ഈ കുട്ടി സബ്മിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് അന്നൊക്കെ ഞാനാണിത് സൈൻ ചെയ്തത്. ഇപ്പം ഞാൻ എടുക്കലില്ല. എന്താ വെച്ചാൽ ഇവർ ഈ ബുക്കിൽ ഇവർ കുറേ ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് കുറേ ഗിൽറ്റ് പൊടിയും കോഴിമുട്ടൻ്റെ തോടൊക്കെ ഒട്ടിച്ച് കൊണ്ടുവന്നിടാം. ഇതൊക്കെ എൻ്റെ ഓഫീസിൽ ചാടും. ഇനി എത്ര കൊണ്ടായാലും വാരി പിടിച്ച് കൊണ്ടായാലും ചാടിയില്ല. ഇതൊക്കെ എൻ്റെ മേത്തും കൂടി ആവും ചിലപ്പോൾ. അവിടുന്ന് മേശമെന്നൊക്കെ ആവും. ഗിൽറ്റ് പൊടിയൊക്കെ ആയുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ടീച്ചേഴ്സ് സൈൻ ചെയ്താൽ മതി. ഞാൻ സൈൻ ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഞാനൊരു സീൽ ഉണ്ടാക്കി കൊടുത്തു, നിങ്ങൾ ആ സൈൻ അവിടെ സീൽ ചെയ്ത് വിട്ടാൽ മതിയാണ്. അപ്പോൾ അന്ന് വന്ന സമയത്ത് ഞാനിത് ആദ്യത്തിൽ എന്താ വെച്ചാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ആ കുട്ടി കയറിയൊക്കെ പറഞ്ഞു, ഞാൻ ഈ കുട്ടിയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, അതെ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എല്ലാവരോടും ചോദിക്കണമാതിരി എന്തൊക്കെയുണ്ട് വിശേഷം ഉഷാറിലേക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തൊക്കെ കുഴപ്പമുണ്ടല്ലോ മോളെ, എന്താ പ്രശ്നം ചോദിച്ചു. ഇല്ല സാറേ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞെന്നുള്ളൂ, എന്തൊക്കെ ഉണ്ടല്ലോ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇങ്ങനെ തുറക്കൽ തുടങ്ങി.
ഞാൻ അതിങ്ങനെ സൈൻ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ഇങ്ങനെ സൈൻ ചെയ്യണം. കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ മനസ്സിങ്ങനെ തുറക്കലറി. ആ കുട്ടി പറഞ്ഞു, ഉണ്ട് സാറേ, ഞാൻ ഇപ്പം എങ്ങനെ പറയാൻ അറിയില്ല. ആണ് തുടങ്ങി പറച്ചില്ല. ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനന്ന് ചോറുന്നാൻ പോയത് കുറേ നേരം കഴിഞ്ഞിട്ടാവില്ല. കാരണം ഇത് കഴിഞ്ഞിട്ടുണ്ട്, നീ എണീറ്റ് പോകാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരൊറ്റ കംപ്ലൈൻ്റാണ് സാറേ, ഞാൻ എൻ്റെ ഫാമിലി ഇങ്ങനെയാണ്. ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ വീട്ടിലേക്കാണ്, ഇങ്ങനെ ഒരു വീട്ടിലേക്കാണ്. അയാൾ ഒരു കുഴപ്പമില്ല, ആൾ ഭയങ്കര ഉഷാറല്ല, ഭയങ്കര നല്ല മനുഷ്യനാണ്, ശുദ്ധനാണ്, 5 നേരത്ത് പള്ളിക്ക് പോകും, എല്ലാം ഉഷാറാണ്, ഒരു കളിയില്ല, സിഗരറ്റ് വലിക്കൂല, ഒന്നും ചെയ്യില്ല. പക്ഷേ സംസാരിക്കൂല, അവനാൻ്റെ കാര്യത്തിന് ഒരു എനർജി ഉണ്ടാവില്ല. ഇതുകൊണ്ട് ഞാൻ കുടുങ്ങിയിരിക്കണം സാറേ. അപ്പം എന്താ കാര്യം, വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്, ഇവിടുത്തെ അവസ്ഥ എങ്ങനെ? അപ്പം ഞാൻ ചോദിച്ചു, 2 കുട്ടികളോ 3 കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചു, ഓരോന്നോരോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ, ഇത് നമുക്ക് സെറ്റാക്കാം. ഈ ഒരു കാര്യം ചെയ്യേ, ഉച്ചയ്ക്ക് ശേഷം ആരാരുടെ കൂടെ വന്നിട്ട് വെച്ചു. എന്നോട് എൻ്റെ ആങ്ങളെ വന്നിട്ടില്ലേ, ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ട്, കാരണം എനിക്ക് വിശക്കുണ്ട്, അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാൻ തയ്യാറുണ്ടെങ്കിൽ, 1 മണിക്കൂർ തയ്യാറാണെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചിട്ട് കണ്ടേക്ക് വാ, നമുക്ക് റെഡിയാക്കാം. ആ കുട്ടി ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എത്രത്തോളം ആഗ്രഹമുണ്ട് അതിനൊന്ന് റെഡിയാവാൻ? ഓക്കെ പറഞ്ഞു. ഞാൻ പോയി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഞാൻ ചിലപ്പോൾ വരുമൊക്കെ ഉറപ്പൊന്നുമില്ല എനിക്ക്. വന്നു, സംസാരിച്ച് കുറച്ചും കൂടെ സംസാരിച്ച് ഞാൻ ഒരു തെറാപ്പിയൊക്കെ ചെയ്ത് കൊടുത്തിട്ട്, സൈക്കോതെറാപ്പിയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പോയി. ആ കുട്ടി പിറ്റത്തെ ദിവസം മുതൽ വേറെ ജീവിതം തുടങ്ങി. ആ ട്രെയിനിങ്ങിന് പോയ സ്കൂളിൽ എൻ്റെ തൊട്ടടുത്തുള്ള അവളെ കുട്ടീനെ പഠിക്കുന്ന സ്കൂളിൽ ടീച്ചറായി കണ്ട് കയറി. ജീവിതത്തിൽ ഒരിക്കലും ടീച്ചറായി കയറുന്ന പ്രതീക്ഷയല്ല. എന്താ സംഭവിച്ചത്? ഞാൻ ചെയ്തതുകൊണ്ടൊന്നുമല്ല. എന്താ കാരണം ഉണ്ടായത്? അവരുടെ ഒരു ചെറിയ ട്വിസ്റ്റ്, ഒരു ചെറിയ ഒരു തിരി. ഹസ്ബൻഡൊന്നും കട്ടിയിട്ടില്ല, ഹസ്ബൻഡൊക്കെ തന്നെ. ഹസ്ബൻഡൊന്നും കാട്ടാൻ കഴിയില്ല, അതൊക്കെ നമുക്ക് വെറുതെ തോന്നുക, കഴിയില്ല, ഒന്നും കാട്ടാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയല്ല. സത്യം സത്യം പറയാം. ഈ ലോകത്തെ നമുക്ക് ആരും മാറ്റാൻ കഴിയില്ല. എന്നാൽ നമുക്ക് ഈ ലോകത്തെ ഒരാളെ എന്തായാലും മാറ്റാനും കഴിയും. അത് നമ്മളാണ്. നമ്മൾ മാറുമ്പോൾ നമ്മളെ ചുറ്റുപാട് മാറും, ഉറപ്പിച്ച് മാറും. നമ്മൾ മാറാത്തോടത്തോളം കാലം ആരും മാറില്ല. അപ്പോൾ അത് മാറി, ലൈഫ് മാറി. കുട്ടി കുറേ കാലം മെസ്സേജൊക്കെ ചെയ്തു. പിന്നെ ഞാൻ കൂടുതൽ മെസ്സേജ് ചെയ്താൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യലില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒഴിച്ചു വിടല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പേരൊക്കെ എനിക്കറിയാം, ഇപ്പോഴും എനിക്കറിയാം. ഇതാണ് ഡിഫറൻസ് മനുഷ്യന്. അപ്പം നമ്മളൊന്ന് പ്രതീക്ഷിക്കും, മറ്റൊന്ന് ജീവിതത്തിൽ സംഭവിക്കും. അപ്പം ചില ആൾക്കാർക്ക് കേൾക്കലും സംസാരിക്കലൊക്കെ ഭയങ്കര ഇഷ്ടം. ചില ആൾക്കാർക്ക് കേൾക്കാനൊക്കെയാണ് ഇഷ്ടം. സംസാരിക്കുന്നതിലേറെ കൂടുതൽ കേൾക്കാനൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് സംസാരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് കേൾക്കൽ ഇഷ്ടമാണ്, പക്ഷേ കേൾക്കണീലേറെ സംസാരിക്കാനാണ് എനിക്കിഷ്ടം. കേൾക്കും, ഞാൻ എല്ലാം കേൾക്കും. എന്തിനാ കേൾക്കണ കാര്യങ്ങൾ? ഞാൻ പഠിക്കാൻ വേണ്ടി കേൾക്കണതാണ്. എനിക്കറിയാം, ആരെങ്കിലും ഒരാൾ അരമണിക്കൂർ സംസാരിച്ചാൽ അതിന് എന്തെങ്കിലും ഒന്ന് എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതാണ് ഒരു സാധനം. കെനസ്തറ്റിക് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമുക്കതിനെ അനുഭവിക്കാൻ പറ്റുക. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണെ, ഊട്ടി ഉണ്ടല്ലോ മക്കളെ, ഊട്ടിയിൽ ഭയങ്കര തണുപ്പാ. എന്താ അവിടുത്തെ തണുപ്പ്, എന്തൊരു സുഖമാണ് പോയാൽ. ഇതൊക്കെ ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞിട്ട് സാറ് ഊട്ടിയിൽ എന്നാ പോയത്? അല്ല, ഞാൻ പോയിട്ടില്ല. എന്താ കാര്യമുള്ളത്? മനസ്സിലല്ലേ? ഇതാണ് എക്സ്പീരിയൻസ്. സംഭവം ഞാൻ ഊട്ടി കുറേ വട്ടം പോയിക്കോണം, വേറെ കാര്യം. പക്ഷെ ഞാൻ പറയാം, ഊട്ടിയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം. അപ്പോൾ ഇതിലേറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസ്, അതാണ് കെനസ്തറ്റിക് ഫീൽ എന്ന് പറയുന്ന സാധനം. അതും ഇത് 3 കൂടെ ആണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരിക. എന്നിട്ട് മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു പ്രവർത്തനം നടക്കും. അത് കഴിഞ്ഞിട്ട് അതുവരെ എല്ലാവർക്കും ഒരേപോലെ കയറും. അവിടുന്ന് അങ്ങോട്ട് സാധനം ചെയ്യിച്ചോ. വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിൽട്ടർ ഉണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ. ആ ഫിൽട്ടറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ കാഴ്ചപ്പാടുകളെ മാറ്റി മറിക്കുന്നത്. ആ ഫിൽട്ടറാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സാധനം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇത് വേറെ പ്രത്യേക മനുഷ്യനെന്ന് വെച്ചാൽ
കണ്ടതിനെ കാണാൻ, കേട്ടതിനെ കേൾക്കാൻ, അനുഭവിച്ചതിനെ അനുഭവിക്കാൻ മനുഷ്യന് ഭയങ്കര കഴിവുണ്ടതാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞത് ഊട്ടിയിൽ ഭയങ്കര തണുപ്പാണ്. ആ തണുപ്പിനെ ഒന്നും കൂടെ എനിക്ക് അനുഭവിക്കണം തോന്നിയാൽ ഊട്ടി പോകാതെ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ അടുത്ത പറയാനുള്ള ഇതാണ്. നിങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ബലം പിടിച്ചിരിക്കില്ല. ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇരുമ്പലൊക്കെ വരുന്നുണ്ടാവും ഉള്ളിൽ. കുഴപ്പമില്ല, അല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എൻ്റെ ഇരുമ്പലും എനിക്ക് പ്രശ്നമില്ല, അത് വേറെ കാര്യം. അപ്പോൾ വേഗം പോയിട്ട് നിങ്ങളെ ഇത് കുടിച്ചോളി, എനർജി